നമ്മുടെ ജീവിതയാത്രയിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടെന്നുള്ള വിശ്വാസമാണ് പലപ്പോഴും നമുക്ക് ധൈര്യവും പ്രത്യാശയും നൽകുന്നത്. ഒരു ജീവൻ എങ്ങനെ പരിപാലിക്കണമെന്ന്, അല്ലെങ്കിൽ ഒരു ജീവനെ എങ്ങനെ സംരക്ഷിക്കണം. ദൈവത്തെ സ്നേഹിക്കാത്തവനാണെങ്കിലും സ്നേഹിക്കുന്നവനാണെങ്കിലും നമുക്കറിയാം, ദൈവത്തെ സ്നേഹിക്കാത്ത ഈശോയെ അറിയാത്ത എത്രയോ മനുഷ്യരെയാണ് ദൈവം വളരെ എളുപ്പത്തിൽ ദൈവസ്നേഹത്തിലേക്ക് പൗലോസ്ലീഹ ഈശോയെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരെ ക്രൂരമായി മർദ്ദിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കറിയാം, ശിഷ്യന്മാരില് ഈശോ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ശിഷ്യന്മാരെക്കാൾ അധികമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, കൂടുതൽ അധ്വാനിച്ചു നമുക്ക് വേണ്ടി, കൂടുതൽ വചനങ്ങൾ, കൂടുതൽ ലേഖനങ്ങളൊക്കെ നമുക്ക് തന്നത് എന്തിനു വേണ്ടിയാ? ആ സ്നേഹത്തിന്റെ വലിയ ഉറവ, ആ നീരുറവയിൽ നിന്നും പൗലോസ്ലീഹ ദാഹജലം സ്വീകരിച്ചതുകൊണ്ട്. അതുപോലെ നല്ല കള്ളൻ, അതുപോലെ പത്രോസ്ലീഹ സ്നേഹിച്ചിരുന്നെങ്കിലും തള്ളിപ്പറഞ്ഞതാ. അപ്പം ഈ ഭൂമിയിൽ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ദൈവകൃപയാണ് ഈ ഭൂമിയെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് പാപം ചെയ്തിട്ടും, ഒരുപാട് ദൈവസ്നേഹത്തിൽ അകന്ന് ജീവിച്ചിട്ടും, ഒരുപാട് ദൈവകൃപ നഷ്ടപ്പെടുത്തിയിട്ടും ഞാനൊക്കെ ഓർക്കാറുണ്ട്, ദൈവം എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ വിളിച്ചേക്കണത്, എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപയോഗിക്കണത്, എന്ത് കണ്ടിട്ടാണ് എന്നോട് കരുണ കാണിക്കണതും എന്നിൽ കൂടി ദൈവം തൻ്റെ കൃപ വർഷിക്കുന്നതും, ഒരുപാട് കാര്യങ്ങളിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്തിനാ? ഞാനൊന്നും ദൈവത്തിന് കൊടുത്തിട്ടില്ലല്ലോ, ഒന്നും ദൈവത്തിന് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഒന്നും എൻ്റെ മനസ്സിൽ പോലും അതിൻ്റെ ഓർമ്മ പോലും ഇല്ല. എന്നിട്ടും ദൈവം എന്നെ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും, നമ്മളിപ്പോ ഓരോ തലത്തിലാണ് ജീവിക്കുക. ഇപ്പോൾ കുടുംബജീവിതമാണ് കുടുംബജീവിതം, സമൂഹ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തില്, അല്ലെങ്കിൽ നമ്മളുടെ ജോലി മേഖലകളിൽ നമ്മൾ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ കുടുംബത്തിലുള്ളവരോ സമൂഹത്തിലുള്ളവരോ അത്ര വില കൽപ്പിക്കണമെന്നില്ല. അല്ല, ഈശോ അതേ അവസ്ഥയിൽ കൂടിയാണ്. ഈശോ ഭൂമിയിൽ ജീവിച്ചപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്ന ഒത്തിരി വചനങ്ങൾ, ഈശോ ജീവിച്ചിരിക്കുന്ന പിതാവായ ദൈവം ഭൂമിയിലേക്ക് ദൈവപുത്രനെ അയച്ചത് എന്തിനാണെന്നും, ഈ പുത്രനിൽ കൂടി എന്താണ് സംഭവിക്കുന്നതെന്നും, ലോകരക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം പ്രവൃത്തികളാണ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴും പരിസയരും അതുപോലെ ചുങ്കക്കാരും നിയമജ്ഞരും ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവർ ആരും തന്നെ അത് ശ്രദ്ധിക്കുകയോ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുകയോ അല്ലെങ്കിൽ ആ ജീവിത ദൈവം പറയുന്നത് അനുസരിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല. എല്ലാവരും ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ എതിരാണ്. ഈശോയുടെ പ്രബോധനങ്ങൾക്ക് എല്ലാവരും എതിരായിരുന്നു. അപ്പം ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വരുന്ന നമ്മൾക്ക് ഓരോരുത്തരിലേക്കും ദൈവം പ്രദാനം ചെയ്യുന്നത് ഈ ആദ്യം നമ്മളൊരു വിവാദ വിഷയമായി മാറണം എന്ന് തന്നെയാണ്. അല്ലെ, ഈശോ ഇവിടെ ഒരു വിവാദ വിഷയ പുരുഷനായി മാറിയെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിച്ചു വരുന്ന ഓരോരുത്തരും സമൂഹത്തിലും കുടുംബങ്ങളിലും അവനവന്റെ വ്യക്തിത്വത്തിൽ തന്നെ പോലും ഒരു വിവാദ വിഷയമായി മാറും. കാരണം എന്താണ്? ഇത് ക്രിസ്തുവിനോടുള്ള ഐക്യത്തിന്റെ ഒരു അടയാളമാണ്, അല്ലേ? ഇത് ഈ ഒരു ഐക്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിലേക്ക് ഞാൻ പതുക്കെ പതുക്കെ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ പതുക്കെ പതുക്കെ ഞാൻ വരാനായിട്ട് ദൈവം അനുവദിക്കുന്നു. പക്ഷെ നമ്മളിലേക്ക് നോക്കുമ്പോഴേക്കും നമ്മൾ വളരെ ബിഗ് സീറോ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വളരെ ദുർബലമായ അവസ്ഥയായിരിക്കും. നമ്മൾ ദൈവത്തെ അറിയുന്തോറും നമ്മളിലുള്ള കുറവുകള് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. നമ്മളുടെ പാപാവസ്ഥകൾ നമ്മളെ ഞെരുക്കും. നമ്മുടെ ദുർബലമായ ചിന്തകൾ, ജീവിതങ്ങളെല്ലാം നമ്മളെ വരിഞ്ഞു മുറുക്കും. എന്നിട്ടും നമ്മൾ പ്രത്യാശിക്കുന്നത് എവിടെയാണ്? ദൈവത്തിലാണ്. ഇന്ന് ഞാൻ രാവിലെ എനിക്ക് കിട്ടിയൊരു വചനഭാഗം, ഇന്ന് എനിക്ക് എന്താന്നാവുമെന്ന് ഭയങ്കര വിഷമമാണ്. സാധാരണ എനിക്കിപ്പോഴായി പിന്നെ ഈശോ തന്നൊരു ഗിഫ്റ്റാണ്. എനിക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ എനിക്ക് ഭയങ്കര വേദനയാണ്, വിഷമോ, ഉള്ളിൽ ഭയങ്കര വേദനയും വിഷമവും. ഞാനപ്പോൾ കർത്താവ് വന്നിപ്പോ നേരത്തെ സ്നേഹവും ഇഷ്ടങ്ങളൊന്നുമല്ല. നേരത്തെ അങ്ങനെയല്ല, എന്തൊക്കെ വന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട ദിവസം, എനിക്ക് പ്രിയപ്പെട്ട ദിവസങ്ങളൊക്കെ ഇത്തിരി ഭയങ്കര സന്തോഷമൊക്കെ തരും. ഇപ്പൊ അങ്ങനെയല്ല, സ്നേഹിച്ച് ഇപ്പൊ തിരിഞ്ഞു.
സ്നേഹം കൂടുന്തോറും നമുക്ക് വേദനയാണ്. പക്ഷെ ഈശോയുടെ വചനം ഇന്ന് എന്നെ ഭയങ്കരമായിട്ട് ശക്തിപ്പെടുത്തി. സങ്കീർത്തനം 27:14 കർത്താവിൽ പ്രത്യാശ അർപ്പിക്കാൻ. അതായത് എൻ്റെ ബുദ്ധിയിലേക്ക് എൻ്റെ ചിന്തയിലേക്ക് നോക്കിയിരുന്ന എനിക്ക് വേദനിക്കാനുള്ള സാഹചര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നീ അതിലേക്കൊക്കെ നോക്കി. അപ്പൊ ഇന്നലെ നമ്മള് ധ്യാനിച്ചു പോയ ഒരു വചനഭാഗത്തിൽ എന്നെ പെട്ടെന്ന് തന്നെ ഓർപ്പിച്ചു. എന്താണെന്നറിയാവോ ഇന്നലെ ധ്യാനിച്ചത്? മാതാവിന്റെ സ്തോത്രഗീതത്തിൽ എന്താണ് ധ്യാനിച്ചത്, റിഫ്ലക്ഷൻ ചെയ്തത് സ്തോത്രഗീതത്തില്? ഓർമ്മയുണ്ടോ? എന്റെ മറിയം എന്താണ് മറന്നുപോയോ? വചനത്തിന്റെ 1-ാം ഭാഗം തന്നെയാണ്. ഭക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തു. എന്റെ ആത്മാവ്, മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ മാത്രം ആനന്ദിക്കുന്നു. അല്ലെ, ദൈവത്തിൽ ആനന്ദിക്കുന്നു. വേറെ എന്തെങ്കിലെങ്കിലേക്ക് നമ്മുടെ ചിന്തയും ബുദ്ധിയും ഒക്കെ പോയാല് നമ്മൾ ഭയങ്കരമായ നഷ്ടധൈര്യം സംഭവിക്കും. ഭയങ്കരമായ നഷ്ടധൈര്യം. അതായത് നമ്മള് സ്നേഹിച്ചവര്, നമ്മൾ സഹായിച്ചവര്, നമ്മള് ഭയങ്കരമായ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരൊക്കെ നമ്മളെ ഒരിക്കലും റെസ്പോൺസ് അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന റെസ്പോൺസ് അവരിൽ നിന്നും കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളോട് സംസാരിക്കാതെ വരുമ്പോൾ ഈ എന്താ കാര്യം? നമ്മൾ ദൈവത്തിൽ നകന്ന് മനുഷ്യരിലേക്ക് നമ്മൾ കുറച്ചും കൂടി സ്നേഹം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അറ്റാച്ച് ആകുന്നു. പക്ഷെ ഇതുകൊണ്ട് തന്നെയാണ് മറിയം പറയണത് എന്താണ്? എല്ലാവരോടും അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടായിക്കോ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഹൃദയം അറ്റാച്ച് ചെയ്യരുത്. അല്ലേ? ദൈവത്തിൽ മാത്രം. ഇതിന്റെ രാവിലെ എൻ്റെ തലയിലേക്ക്, എൻ്റെ ചിന്തയിലേക്ക് വന്നത് എന്താണ്? എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതായത് മറിയം പറഞ്ഞ ഒരു ആനന്ദത്തിന് നമ്മൾ അത് ഇനിയും ധ്യാനിച്ച സമയം കളയണില്ല. കാരണം ഈ ആനന്ദം, അതായത് മറിയത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, എല്ലാം കൊടുത്തിട്ട് പൂർണ്ണ ദാരിദ്ര്യത്തിന്റെയും ദുരിതങ്ങളുടെയും നടുവിൽ ഒറ്റക്കിട്ടിട്ട് ദൈവം വിട്ടുകളഞ്ഞു, സ്ഥലം വിട്ടുകളഞ്ഞ ആളാണ്. അല്ലേ? പക്ഷേ ഈ മറിയം എന്തായിരുന്നു? എല്ലാത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഹല്ലേലൂയ പാടിയ ഒരു വ്യക്തിയും കൂടിയാണ്. അല്ലേ? ഒന്നുമില്ലാതിരുന്നിട്ടും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതെ, അതാണ് അത്. ഈ ദൈവികമായ കൃപ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനുഷികമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്നവര്, നമ്മൾ സഹായിക്കുന്നവര്, നമ്മൾ കരുതുന്നവര്, നമ്മൾ പ്രതീക്ഷിക്കുന്നവരിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? സ്നേഹം എന്താണ്? ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ്. അതാണ് സ്വർഗീയ ജീവിതങ്ങളിൽ എല്ലാവരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിന്നെ വേറൊരു തന്ന വചനം, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. അതാണ്. അതായത് ഒരു മനുഷ്യൻ ദൈവം സൂക്ഷിക്കുന്നത് പോലെ, കരുതുന്ന പോലെ, നമ്മളെ സ്നേഹിക്കുന്ന പോലെ ഒരു വ്യക്തിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷത്തിലേക്കോ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കൃപയുടെ നിറവിലേക്കോ നമുക്ക് ആരും നമ്മളെ സ്നേഹിക്കില്ല. ആരും നമ്മളെ നമ്മൾ ഒരു പ്രത്യേകമായ ഒരു ഇന്നതുപോലെ ചെയ്യണം, ഇന്നതുപോലെ പറയണം, ഇന്നതുപോലെ നമ്മളോട് പ്രവർത്തിക്കണം എന്നൊക്കെ നമുക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ. പക്ഷെ അത് മനുഷ്യരെ കൂടി ഒരിക്കലും ലഭിക്കില്ല. അത് ദൈവം തന്നെ ഇടപെടണം. അത് ഞാനിപ്പോ ഞാനിങ്ങനെ മനസ്സിലാക്കിയത്, ഞാൻ ഈശോയോട് തല്ലുപിടിക്കുമ്പോൾ ഈശോ ഒന്നും ചെയ്തു തരാണ്ടാണല്ലോ എനിക്ക് ആരൊന്നും ചെയ്തു തരാത്തത്. അല്ലെങ്കിൽ ഈശോ പറയാഞ്ഞിട്ടല്ല അവരെനിക്ക് ചെയ്തു തരാത്തത്. ഈശോ അനുവദിക്കാഞ്ഞിട്ടല്ലേ എനിക്ക് അത് ആ ഒരു അവസരം എനിക്ക് കിട്ടാത്തത്. അപ്പൊ നമുക്ക് ദൈവം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടാവും. നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. എല്ലാം മനസ്സിലാക്കി വരുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ പാപാവസ്ഥ വർദ്ധിക്കും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായി എന്ത് ചെയ്യും? നല്ല വിശുദ്ധിയിലേക്ക് വളരാനുള്ള ഒരു കഠിന പ്രയത്നത്തിലേക്ക് നമ്മൾ ഇറങ്ങും. അല്ലേ? ഇതൊരു മിഡിലായിട്ടാണ് അതായത് നമുക്ക് കഠിനമായി അധ്വാനിക്കാനും പറ്റില്ല, പാപത്തിന്റെ ഭീകരതയിൽ തള്ളിപ്പോകാനും പറ്റില്ല. ഒരു 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 ഇതില് ദൈവം നമ്മുടെ സ്വഭാവവും നമ്മളുടെ ജീവിത സാഹചര്യമൊക്കെ അനുസരിച്ച് തന്നെ നമ്മളെ സഹായിക്കും. പക്ഷെ അതുകൊണ്ടാണ് മറിയം പറയുന്നത്, അതായത് അതായത് ഒരു കാര്യം നിശ്ചയിക്കണം, അതിന്റെ മുകളിലേക്ക് കയറി നീ ഒന്നും അധ്വാനിക്കണ്ട
എല്ലാ സാവധാനത്തിലും എല്ലാം അതിന്റെ ആ ഒരു സമയനിഷ്ഠയോടുകൂടെ ചെയ്താൽ മതി. കൂടുതലായിട്ടൊന്നും ഒരു കാര്യത്തിന്റെ മുകളിൽ കയറി പ്രവർത്തിക്കാൻ നോക്കരുത്. അത് നമുക്ക് നഷ്ടധൈര്യരായിട്ട് മാറും. അതുകൊണ്ടാണ് നമുക്ക് ചില കാര്യങ്ങള്, വ്യക്തികള്, സാഹചര്യങ്ങള്, സമയങ്ങള്, ചില ജോലികള്, ചില അംഗീകാരങ്ങള്, ചില ജീവിത സാഹചര്യങ്ങളിലൊക്കെ നിരാശ വരാൻ സാധ്യത ഉണ്ടാകുന്നത് എന്താ? ഈ ഒരു ദൈവീക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ കൂടി നടന്നു പോകുന്നത് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട്, ചിലപ്പോൾ ചില നഷ്ടങ്ങൾ വരുന്ന ദൈവം എന്തിനാ അങ്ങനെ നഷ്ടപ്പെടുത്തിയത്? ചിലപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും ചിലപ്പോൾ എടുത്തുകൊണ്ട് പോയേക്കണം. ചിലപ്പോൾ വസ്തുക്കളായിരിക്കാം, ചിലപ്പോൾ വ്യക്തികളായിരിക്കാം, ചില ജീവിതങ്ങളായിരിക്കാം, ജീവിത സാഹചര്യം. ഇപ്പൊ എനിക്കൊക്കെ ഒത്തിരി എൻ്റെ ജീവിതത്തിൽ ഒത്തിരി നല്ല നല്ല അവസരങ്ങളൊക്കെ ദൈവം തട്ടിക്കളഞ്ഞ് നോക്കി നിന്ന് ചിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ ഈശോട് വഴക്ക് കൂടാറുണ്ട്. എനിക്ക് കിട്ടേണ്ടതാണ് കർത്താവ് തട്ടിക്കളഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതായിരുന്നു ഈശോ തന്നെ കാണിച്ചിട്ട് തട്ടിക്കളഞ്ഞേക്കണം. അപ്പൊ എന്താന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. കാരണം അതിന്റെ പുറകില് ഒരു ദൈവീക ഇടപെടലുകള് അതിനേക്കാൾ നല്ലത്, അതിനേക്കാൾ മഹത്വമുള്ള, അതിനേക്കാൾ ലാഭവും, അതിനേക്കാൾ നിനക്ക് ദൈവികമായ മഹത്വത്തിലേക്ക് നിന്റെ ഹൃദയം ഉയരപ്പെടുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഉയരപ്പെടുവാൻ, നമ്മുടെ ജീവിത വിശ്വാസം, വിശുദ്ധി, സ്നേഹം ഒക്കെ ഉയരപ്പെടുവാനുള്ള ഒരു പ്രത്യേകമായ ഇടപെടലുകളുണ്ട്. അതുകൊണ്ടാണ് ഈ ഈശോയുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കൂടാരത്തിലിരിക്കാതെ നമുക്കൊന്നും മനസ്സിലാവില്ല. ആ കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രാർത്ഥിക്കണം. എന്നാൽ മാത്രമേ ആദ്യമൊക്കെ കുറച്ചു നേരം നമ്മൾ പരാതി പറയും. പിന്നെ പരാതി നമുക്കൊരു അതായത് പ്രതികരണ ശേഷി കുറച്ചിട്ട് നമ്മളൊരു ആരാധനയാക്കി അത് മാറ്റാൻ ദൈവത്തിന് സാധിക്കും. എല്ലാം ദൈവത്തിന്റെ ഹിതമാണ് നടക്കേണ്ടത് എന്നുള്ള തീരുമാനത്തിലേക്ക് അവസാനം നമ്മുടെ പ്രാർത്ഥനകളൊക്കെ മാറും. ഈശോ അങ്ങനെ തന്നെയാണല്ലോ പ്രാർത്ഥിച്ചത്, എല്ലാം ദൈവത്തിന്റെ ഹിതം നിറവേറട്ടെ എന്ന്. ദൈവഹിതം നിറവേറപ്പെടാനുള്ള ഒരു ആഗ്രഹം, അതായത് ദൈവത്തെ അനുസരിക്കാനുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി എന്നിൽ നടക്കട്ടെ എന്ന് വിട്ടുകൊടുക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അവിടെ ശരിക്കും നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ശക്തമായ ഒരു ദൈവീക ഇടപെടൽ ഉണ്ടാവുകയും നമ്മളെ എതിർക്കുന്ന പ്രലോഭകനായ പിശാച് അവിടെ ശക്തി ഇല്ലാതാകുകയും കാരണം നമ്മൾ കൈമാറ്റം ചെയ്തു നമ്മുടെ ജീവിതത്തെ, ജീവനെ, സ്വത്തിനെ, മക്കളെ, ജീവിത സാഹചര്യങ്ങളെല്ലാം നമ്മൾ ദൈവത്തിന്റെ കൈകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിശാചിന് അവിടെ നിന്ന് വായി നോക്കി ഇരിക്കില്ല മാത്രമേ ഉള്ളൂ, ഒന്നും നടക്കാൻ പോണില്ലെന്നറിയാം. അവനത് ആ സ്ഥലം വിട്ട് കളയും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഞാൻ ദൈവത്തിലുള്ള ആശ്രയിച്ചത് കൊണ്ടാണ് എനിക്കത് അനുഭവിക്കാൻ സാധിച്ചത്. നമുക്ക് മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. ക്രിസ്റ്റീന വായിക്കും. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിക്ക് സ്തുതി. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മളെ ദൈവം ഒരു ദിവസം പോലും സഹായിക്കാതെ ആ ദിവസത്തെ പൂർത്തീകരിക്കുന്നില്ല, അല്ലെ? ഏതെങ്കിലും ഒരു ദിവസം ദൈവം നമ്മെ സഹായിക്കാതെ ദൈവം നമ്മളെ ഉറക്കുന്നുണ്ടോ? ഉണർത്തുന്നുണ്ടോ?
ഇല്ല. നമ്മള് പക്ഷെ ദൈവം എന്നെ സഹായിക്കുന്നില്ല, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവം എന്റെ കാര്യങ്ങൾ ഇടപെടുന്നില്ല എന്ന് നമ്മൾ നിരന്തരം പരാതി പറയുന്നുണ്ടെങ്കിലും ഈ ദൈവം നമ്മളുടെ നേരെ കണ്ണടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ദൈവം നമ്മളെ എപ്പോഴും നോക്കി കാണുന്നുണ്ട്, പക്ഷെ നമ്മൾക്കത് മനസ്സിലാവുന്നില്ല. നമ്മുടെ ജീവിതത്തിന് അത് വ്യക്തമായിട്ട് അത് ബോധ്യപ്പെടുന്നില്ല. കാരണം എന്താ, നമ്മൾ ഉദ്ദേശിക്കുന്ന വഴി കൂടി അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ആ കാര്യം നടത്തി കിട്ടണം അല്ലെ. നമ്മളിപ്പോ ഒരു ലോട്ടറി എടുത്തു, നമ്മള് ഒരു 10 ലക്ഷത്തിന്റെ ലോട്ടറി എടുക്കണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താ, 10 ലക്ഷത്തിന്റെ ലോട്ടറി എന്ന് പറയുമ്പോൾ 10 ലക്ഷത്തിന്റെ ലോട്ടറി എമൗണ്ട് ആണ് നമ്മൾ മനസ്സിൽ കാണുന്നത്. പക്ഷെ ചിലപ്പോ പല പല എമൗണ്ട് ഉണ്ടല്ലോ. അത് ചിലപ്പോ ഒരു 1000-ഓ 5000-ഓ ഒക്കെ അടിച്ചാലും നമുക്ക് ലാഭം തന്നെയാണ് അല്ലേ. ഏഹ് അതെ അല്ലേ, ഒരു അതെ 200 രൂപയോ ഇന്നിപ്പോഴത്തെ ലോട്ടറിയുടെ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഇങ്ങനെ ഓരോരുത്തരും ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ വന്ന് പറയും. പിന്നെ അവര് ആ കാശ് കൊണ്ട് തന്നെ പിന്നെ ലോട്ടറി എടുക്കും. ഇതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ മാത്രമേ ഉള്ളൂ. അതായത് നമ്മളിപ്പോ ഒരു 100 രൂപയോ 200 രൂപയുടെ ഒരു ലോട്ടറി എടുക്കുന്നതിന്റെ ബമ്പർ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ഒക്കെ ആയിരിക്കാം, ചിലപ്പോൾ 20 ലക്ഷം, അങ്ങനെ വലിയ എമൗണ്ട് ആയിരിക്കാം. പക്ഷെ അതടിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നല്ലല്ലോ ലോട്ടറി എടുക്കണത് അല്ലേ. അല്ലേ? ഏ അതെ അതായത് മനസ്സിലാകുന്നുണ്ടോ പറയണത്? ഉവ്വ്. നമുക്ക് ആ എമൗണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല, പക്ഷെ ഒരു ഇതിനങ്ങോട്ട് എടുക്കുകയാണ്. പക്ഷെ എന്താ, ചിലപ്പോ 1000 കിട്ടാം, 5000 കിട്ടാം, 10000 കിട്ടാം. അത് ഓരോരുത്തരുടെ ലക്ക് പോലെ കിട്ടാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക നമുക്കത് അർഹതപ്പെട്ടതൊന്നുമല്ല അല്ല അല്ലേ. അതെ 200 രൂപ കൊടുത്ത് നമ്മള് 10000 രൂപ വാങ്ങിക്കണത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അർഹതപ്പെട്ടതൊന്നുമല്ല. അതൊരു ചൂതാട്ടമാണ് ശരിക്കും പറഞ്ഞ അല്ലേ. അത് ഏ പാവാണ്. പാപാവസ്ഥയാണ്. പക്ഷെ നമ്മള് ഞാനത് കമ്പയർ ചെയ്ത് പറയണല്ല. നമ്മളെ ദൈവം എന്നിപ്പോ നമ്മളൊരു കാര്യം പറഞ്ഞു, പക്ഷെ ആ കാര്യം ദൈവം ഇടപെടാൻ തുടങ്ങുമ്പോഴേക്കും പിന്നെ ഇതൊരു കമ്പയർ ചെയ്ത് പറയണ, അല്ലെങ്കിലും അതൊരു മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ നമ്മള് ഈ ലോട്ടറി, ഇപ്പൊ ഒരു 5000 രൂപയുടെ ലോട്ടറി അതിന് കാശ് കിട്ടി, പക്ഷെ ഉടനെ തന്നെ അതിൽ നല്ലൊരു ശതമാനം ലോട്ടറിക്ക് തന്നെ തിരിച്ചു കൊടുക്കും. ലോട്ടറി എടുക്കുന്ന ആൾക്കാർക്ക് അതൊരു അഡിക്ഷനാണ്, അത് ഉം. എടുക്കും അല്ലേ. അതെ പക്ഷെ ഈ ഒരു കാര്യത്തിൽ നമ്മള് ദൈവിക കാര്യങ്ങൾ, അതായത് നമുക്ക് ഇന്നൊരു അനുഗ്രഹം കിട്ടി, ദൈവാനുഗ്രഹം കിട്ടി, അതിന്റെ ഒരു ദശാംശം കൊടുക്കുമ്പോഴേക്കും നമുക്ക് പിശുക്കാണ്. അതെ പിന്നെ അതുപോലെ നമ്മൾക്കത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും സെൽഫിഷായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഒരു എന്താണ്, ഒരു ഏഹ്, ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരില്ല. പക്ഷെ എന്താന്ന് വെച്ചാല് ഒന്നാമത് നന്ദി പറയില്ല അല്ലെ. നമ്മൾക്ക് കിട്ടിയതനുസരിച്ചിട്ടുള്ള ഒരു നന്ദിയുടെ ജീവിതം നമ്മൾ നയിക്കുന്നില്ല. അതിന്റെ ഒരു പിടിവലി പിശാചിന് നന്നായിട്ടുണ്ട്. അതായത് നന്ദിയുള്ള ജീവിതം അനുസരിക്കാനായിട്ടുള്ളൊരു കൃപയുള്ള ഒരു ജീവിതമായിരിക്കും. അതായത് നന്ദിയോടുകൂടെ എന്ത് കുഞ്ഞു കാര്യം ഇപ്പൊ, അതായത് നന്ദിയോടുകൂടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാനുള്ള ഒരു വചനഭാഗം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ദാനിയേലിന്റെ പുസ്തകത്തില് 3 യുവാക്കന്മാര് അവര് അതിഭീകരമായ തീച്ചൂളയിലേക്ക് അവർ എറിയുന്നുണ്ട്. അവര് നമുക്കനേസർ രാജാവ് അവരുദ്ദേശിക്കുന്ന ബാലദേവനെ, ആ ബിംബത്തെ ആരാധിക്കാത്തതുകൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഇടയിൽ നിന്നും ഈ 3 യുവാക്കളെ അതിൽ നിന്നും ഈ യുവാക്കൾ അത് ആഗ്രഹിക്കാത്തതുകൊണ്ട് അവര് വിളിക്കുന്ന സർവശക്തനായ ദൈവത്തിൽ മാത്രമേ കുമ്മിട്ട് ആരാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തീച്ചുളയിലേക്ക് എറിയുന്നുണ്ട്. പക്ഷെ അവര് പറയുന്ന സങ്കീർത്തനങ്ങൾ എന്ന് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാല് നമുക്കറിയാൻ പറ്റും, ഇപ്പൊ അഥവാ ദൈവം ഞങ്ങളുടെ ഇടയിലേക്ക് വന്നില്ലെങ്കിലും ഞങ്ങള് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കും എന്ന് പറയണത് അല്ലേ. ഉം. അപ്പൊ ഇത് ആര് കേൾക്കുന്നുണ്ട്? ഏഹ് അതെ ദൈവം കേൾക്കുന്നുണ്ട്. അതായത് നമ്മുടെ ചെറിയ ജീവിതത്തിൽ ദൈവം നമ്മളെ സഹായിച്ചില്ലെങ്കിലും ഞാൻ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കും, ഞാൻ ദൈവത്തെ ആരാധിക്കും, ഞാൻ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. ഏ അതെ അതെ ആ ആരാ ഇത് ഇത് നമ്മളുടെ ഒരു ജീവിതത്തില് നമ്മളെ ദൈവമഹത്വത്തിന്റെ വലിയ കാര്യങ്ങളിലേക്ക് നമുക്ക് ഈസി ആയിട്ട് കടന്നു ചെല്ലാനുള്ള ഒരു വലിയ അനുഗ്രഹമാണ്. ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറയണതിന്റെ കാര്യം, ഒന്നും തരാതിരിക്കുമ്പോഴും അതായത് പണ്ട് ഞാനൊരു പാട്ട് ചെയ്തപ്പോ ഒറ്റ അത് ചെയ്യാനുള്ള ഒരു നിവർത്തിയില്ല. പക്ഷെ അന്ന് അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഞാൻ കുറെ പാട്ടുകൾ ചെയ്തു.
പക്ഷെ അതിൽ നിന്നൊന്നും എനിക്ക് ഇന്ന് വരെ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല. പലരും ഈ പ്രയർ ആത്മീയ ശുശ്രൂഷകർ തന്നെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്താ ഉം. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ ഇത്രയും കാശൊക്കെ മുടക്കി ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ വരവ് കിട്ടണ്ടേ, അല്ലെങ്കിൽ ചെലവാക്കേണ്ട മുതലെങ്കിലും കിട്ടണ്ടേ? അങ്ങനെ ഒരുപാട്. ഇപ്പൊ ഞാനൊരു ആൽബം ചെയ്ത് 2016 ചെയ്ത, അപ്പൊ അന്ന് എനിക്ക് അത്ഭുതം തോന്നി. കാരണം എന്റെ മനസ്സ് ഈശോ എന്നുള്ളൊരു മഹത്വം, ഈശോയുടെ ശക്തി എല്ലാവരും അറിയണം, എല്ലാവരും മനസ്സിലാക്കണം. പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് തളർത്തിക്കളഞ്ഞ കുറെ വ്യക്തികളുണ്ട്. കാരണം നിങ്ങൾ ഇങ്ങനെ ചെയ്ത തെറ്റാണ്. അതായത് അതിൽ നിന്ന് നമ്മള് സമ്പാദിച്ച് എടുക്കണം, അതിന്റെ വിറ്റ് വരവ് നമുക്ക് എങ്ങനെയെങ്കിലും നേടിയെടുക്കണം, അല്ലെങ്കിൽ മണ്ടത്തരമാണ് ചെയ്യണത് എന്ന് എന്നെ ഒരുപാട് അങ്ങോട്ട് തളർത്തിക്കളഞ്ഞ ഒരുപാട് വലിയ വലിയ വചനപ്രഘോഷകരായ ചില വ്യക്തികൾ എന്നെ ഉപദേശിക്കാൻ വന്നപ്പോ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പൊ ഞാനോടത്ത് ഇതൊരു വ്യവസായമാണല്ലേ, അപ്പൊ ഇതൊരു വ്യവസായ ചിന്തയോടുകൂടെയാണ് ദൈവത്തെ ശുശ്രൂഷിക്കുന്നതല്ല. ഞാനൊരു എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ദൈവസ്നേഹത്തെ പ്രതിയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തത്. പക്ഷെ എനിക്ക് കുറെ നഷ്ടങ്ങളൊക്കെ വന്നു. പക്ഷെ എനിക്കതൊന്നും നഷ്ടങ്ങളായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ വീട്ടിലാണെങ്കിലും ഹസ്ബൻഡ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാശിന്റെ ബുദ്ധിമുട്ടൊക്കെ പറയുമ്പോഴേക്കും അന്ന് വെറുതെ ആ കാശ് കളഞ്ഞതാണെന്ന് പറയും. അപ്പൊ ഞാൻ പറയും, എനിക്ക് ഒരു മാരക രോഗം വന്ന് പിടിപെട്ടു, അത് നിങ്ങൾ എന്നെ ചികിത്സിച്ച് കാശ് ചെലവാക്കി ഞാൻ രക്ഷപ്പെട്ടു, അങ്ങനെ വിചാരിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോഴേക്കും രക്ഷപ്പെട്ടല്ലോ, ആള് രക്ഷപ്പെട്ടല്ലോ. അപ്പൊ അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കത് ഒരു വിഷമമൊന്നുമില്ല, വേദനയില്ല. കാരണം കാശ് ചെലവാക്കി നമ്മളത് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ ആള് തിരിച്ചു കിട്ടി. ചിലവരൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ആളുകൾ എത്രയോ പേര് മരിച്ചു പോണു. ഞാൻ രക്ഷപ്പെട്ടു. ആ മരുന്നിന് അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് ചെയ്ത് എന്നെ ആ കാശ് കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് ഞാൻ ജീവൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. ഇനി ആ കാശിനെ കുറിച്ച് എന്നോടൊന്നും പറയരുത് എന്ന് പറഞ്ഞ അന്നേ പിന്നെ എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ എൻ്റെ ഉള്ളില് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്ക് അതിന്റെ മേല് ദൈവം എപ്പോഴും വേണമെങ്കിലും ദൈവത്തിന് ഇടപെടാം. അപ്പോൾ നമ്മളുടെ ലക്ഷ്യവും നമ്മുടെ ചിന്തയും ക്ലിയർ ആണെങ്കിൽ, നമ്മളുടെ വഴിയിൽ തടസ്സം നിൽക്കുന്ന കുറെ കല്ലും മുള്ളുകളും അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരാം. പക്ഷെ നമ്മുടെ ലക്ഷ്യം വിട്ട് നമ്മൾ പോകരുത്. അതുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കണം, അല്ലേ? അതെ അതെ ഓടിക്കൊണ്ടിരിക്കണം. ഇന്ന് നമുക്ക് ഈശോ നൽകുന്ന തിരുവചന ഭാഗം സുഭാഷിതങ്ങൾ 16-ാം അധ്യായത്തില് 3-ാമത്തെ തിരുവചന ഭാഗമാണ്. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണയും. അതായത് നമ്മുടെ പ്രയത്നം നമ്മൾ തന്നെ ഒറ്റക്ക് എടുക്കാൻ പോയാല് ഇത് സംഭവിക്കും, നമുക്ക് ഭയങ്കര നിരാശ വരും. എനിക്ക് ചിലപ്പോഴൊക്കെ നിരാശ വരാൻ കുറേ സാധ്യതകളുണ്ടായ അനുഭവങ്ങളുണ്ട്. പക്ഷെ എല്ലാം മറന്ന് ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങക്ക് വട്ടാണ്, നിങ്ങക്ക് ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോൾ എനിക്കങ്ങനെ മുൻപും പിമ്പും നോട്ടൊന്നുമില്ല. ഇല്ലാത്തത് ചിലപ്പോൾ ഉണ്ടാക്കിയെങ്കിലും ഞാനത് ഉദ്ദേശിച്ച സമയത്ത് ഞാൻ നേടിയെടുക്കും. അത് ചിലപ്പോൾ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാവും. ഞാൻ നേടിയെടുക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് എങ്ങനെയെങ്കിലും അത് നടത്തി എടുക്കാനായിട്ട് ദൈവത്തിന് അറിയാം. ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കും. അപ്പോ ഇന്ന് വരെ എനിക്ക് അത് ദൈവം എനിക്ക് പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളോട് ഞാൻ ഒരു 10% നീതി പുലർത്തിയത് കൊണ്ടൊക്കെ ആയിരിക്കാം കൂടുതലും എനിക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റണത്. പല പ്രതിസന്ധികളുടെ ഇടയിലും പല ബുദ്ധിമുട്ടുകളുടെ ഇടയിലും എനിക്ക് മുന്നോട്ട് പോകുമ്പോഴൊക്കെ ഭയങ്കരമായ, അതായത് ആരും സഹായിക്കാനില്ല, ആത്മീയമായോ ഭൗതികമായോ സഹായിക്കാനില്ല. ഒരു നിസ്സഹായ അവസ്ഥയില് സഹായമില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ മുകളിൽ നിന്ന് ഇറക്കി വിടണം കർത്താവിന്റെ കരുണ, കർത്താവിന്റെ സഹായം മുകളിൽ നിന്ന് ഇറങ്ങിയാലേ എനിക്ക്, അതായത് നമ്മൾ ഇന്ന് വരെ ലഭിച്ചിട്ടുള്ള ഏതെങ്കിലും സഹായം ആര് വഴി കിട്ടിയതാണ്? ദൈവത്തിന്റെ ആ കരുണയാ. ദൈവം വിചാരിച്ചിട്ട് കിട്ടിയതാ, ദൈവം മനസ്സ് വെച്ചിട്ട് കിട്ടിയതല്ലാണ്ട് നമ്മളുടെ അധ്വാനം കൊണ്ടോ നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ടോ ഒന്നും കിട്ടിയതല്ല.
മനസ്സിലായോ? നമ്മള് ഇന്ന് വരെ നമുക്ക് എന്തെങ്കിലും ഒരു സഹായമോ ഒരു സ്നേഹമോ ഒരു സംരക്ഷണമോ എന്തെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും ചെറിയ കാര്യം പോലും ഇന്ന് നമുക്ക് നടന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാർത്ഥന പോലും, ഞാൻ ചിലപ്പോഴൊക്കെ പ്രാർത്ഥന ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു ദിവസം ഞാൻ ഭയങ്കരമായി വിഷമിച്ചു, ദൈവമേ എനിക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞ്. അത് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. ഞാൻ നമ്മള് പച്ചയായ മനുഷ്യരാ, വിശുദ്ധ രൂപ കൂട്ടിക്കേറിയിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല, നമ്മൾ വെറും പച്ചയായ മനുഷ്യരാ. അപ്പൊ നമുക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞാല് ഒരു ആത്മീയ ജീവിതത്തില് ഒരു ഭയങ്കര ശക്തിയാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനമേൽ അടി വീണ് കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം എന്തായി മാറും? വട്ടപൂജ്യമായി മാറും അല്ലെ? ഒന്നുമില്ലാണ്ട, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ പണികളെല്ലാം വ്യർത്ഥമാണ്. അതാണ് നമ്മൾ ഓർക്കണം. രാവിലെ എഴുന്നേൽക്കുന്നതും വൈകി കിടക്കുന്നതുകൊണ്ടും ഒരു പ്രയോജനമില്ല. എന്താണ്? കർത്താവ് നമ്മളെ സഹായിക്കുന്നില്ലെങ്കിൽ, അല്ലെ? എല്ലാ കാര്യത്തിലും ദൈവം നമ്മെ സഹായിക്കുന്നില്ലെങ്കിൽ, ഇന്ന് വരെ നമുക്ക് എന്തെങ്കിലും, ഞാൻ ഈ CD-യുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ ഞാൻ ഒരു സമയത്ത് എല്ലാം തീർന്നു, കയ്യിൽ കാശൊന്നുമില്ല, അത് പൂർത്തീകരിക്കാൻ പറ്റാണ്ട് ഒരു നിസ്സഹായ അവസ്ഥയിൽ എത്തിയപ്പോഴേക്കും ഞാൻ ഇങ്ങനെ ഈശോയോട് പറഞ്ഞു, എനിക്ക് മതിയായി, ഇനി ഒന്നും ഞാൻ ചെയ്യണില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ ഇത് വെച്ച് നിർത്താൻ പോകും. പക്ഷെ മുക്കാഭാഗം പണിയൊക്കെ തീർത്തു. അതിന്റെ ഒരുപാട് വർക്കുകളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. 10-13 പാട്ട് അങ്ങനെ ഓരോ വർക്കും ചെയ്തു വെച്ചേക്കണേ. അപ്പോൾ ഞാൻ അവസാനം എൻ്റെ വെഡ്ഡിങ് റിങ് ഞാൻ പറഞ്ഞു, കർത്താവ് ഇനി ഇത് മാത്രമേ ഉള്ളൂ ഇനി എൻ്റെ കയ്യിൽ വെക്കാനായിട്ട്, ഇനി ഇത് പണയം വെക്കാൻ പോവാണ്, നീ മിണ്ടാതിരുന്ന ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പരാതി പറയാൻ. അപ്പോഴും ഞാൻ പല പ്രാവശ്യം പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാല്, ഈ വെഡ്ഡിങ് റിങ് ആരാ തന്നത്? ഏ ഏ ആരാ വെഡ്ഡിങ് റിങ് തന്നത്? ദൈവം തന്നെ തന്നതാണ്. ദൈവം തന്നെ തന്നാണ് അല്ലെ? അപ്പൊ ഇതെല്ലാം, അതായത് നീ ഇന്ന് വരെ നീ ചെയ്യണ മുഴുവനും നിന്റെ കയ്യിലിരിക്കണ അധ്വാനം കൊണ്ടാണോ നീ ചെയ്യുന്നത് എന്നൊരു ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. നീ ചെയ്യുന്നതാണ് ഇതെല്ലാം എന്നാ ചോദിക്കണത്. അപ്പോ നമ്മളൊന്നും ചെയ്യുന്നതല്ല, എന്താണ് നമ്മളെ ദൈവം ചെയ്യിപ്പിക്കുവാൻ ഒരു ദൈവിക കൃപ കൊണ്ട് നമ്മളെ സഹായിക്കുകയാണ്. അതായത് നമ്മൾക്കിപ്പോ ഒരു ശ്വാസം എടുക്കണോ, ദൈവം ഇപ്പൊ നീ ശ്വസിക്കേണ്ടെന്ന് പറഞ്ഞ് ദൈവം അവിടെ വെയിറ്റ് ചെയ്ത് നമ്മളിവിടെ പെടഞ്ഞു വീഴും അല്ലേ? അത്ര നിസ്സാരരാണ്. അതായത് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ പുറമേ കാണുന്ന ഈ അവയവങ്ങൾ മാത്രമേ നമുക്ക്, കയ്യോ കാലോ ഒക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആന്തരികമായ അവയവങ്ങൾ ഒക്കെ ആണെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മാവും ശരീരവും ഒക്കെ ജീവനുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ഇതെല്ലാം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവം പാസ് കൊടുക്കണം, ദൈവം അനുവദിക്കണം അല്ലെ? അപ്പം നമ്മള്, അതായത് ഏതാണ് ലോകം മുഴുവനും നേടിയാലും എന്തില്ല എന്ന് പറയണത്? ആത്മാവ് നഷ്ടപ്പെട്ട നമ്മളെല്ലാം വ്യർത്ഥമാണ്, നമ്മുടെ അധ്വാനങ്ങളെല്ലാം വ്യർത്ഥമാണ്. അതുകൊണ്ട് നമ്മളുടെ അധ്വാനങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയണത്? ദൈവത്തിൽ അർപ്പിക്കണം. അതായത് ഇപ്പൊ നമ്മള് രാവിലെ എഴുന്നേൽക്കുക, ഞാനൊക്കെ ഇപ്പോ എനിക്കെന്താന്നറിയില്ല, ഞാൻ ഈ ദൈവത്തോട് കുറച്ചും കൂടി അടുക്കാൻ ആഗ്രഹിക്കുന്നതോറും ഇടിയും തൊഴിയാണ്. രാവിലെ എഴുന്നേൽക്കാൻ തന്നെ പോലും വയ്യ. എന്നാലും ഞാൻ ഇഴഞ്ഞും വലിഞ്ഞതും, എനിക്ക് നിങ്ങളെക്കാൾ വളരെ പ്രായം കുറവാണെങ്കിലും ഞാൻ ചിലപ്പോൾ കർത്താവിനോട് ചോദിക്കും, എനിക്ക് വയസ്സായ ആൾക്കാരെ പോലെ എൻ്റെ ശരീരം അത്രമാത്രം ബുദ്ധിമുട്ടി കൂടി പോകുന്ന പക്ഷെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ വൈൻഡ് ചെയ്ത് ഓട്ടമാണ്. ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഉറക്കം പിടിക്കണവരെ ഓടാൻ കുഴപ്പമില്ല. ഇച്ചിരി നേരം വെറുതെ ഇരുന്ന് അയ്യോ ആ പണി ചെയ്യാമായിരുന്നു, ഈ പണി ചെയ്യാമായിരുന്നു പറഞ്ഞ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യും. ഇത്തിരി നേരം വെറുതെ ഇരുന്ന് കഴിഞ്ഞാല് അത് വേറെ എന്തെങ്കിലും, ആ സമയം വെറുതെ കളയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫോൺ തൊട്ടാലും മാത്രമേ പ്രശ്നമുള്ളൂ. ഫ്രീ ടൈമിൽ ഫോൺ തൊട്ടാലേ എൻ്റെ സമയം വേസ്റ്റ് ആയി പോവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ജോലികൾ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ന് നമ്മളുടെ ഈ കുഞ്ഞ് ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം ആരെ ഏൽപ്പിക്കണം? ദൈവത്തെ ഏൽപ്പിക്കണം. എന്ത് ചെയ്തു തരും എന്ന് പറയണത്? ഈ പണികളെല്ലാം ആര് ചെയ്തു തരും? ദൈവത്തിന്റെ ആഗ്രഹം അനുസരിച്ച് അതിന്റെ മേല് ഒരു ദൈവിക അഭിഷേകം അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപാകടാക്ഷം നമുക്ക് ലഭിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥനകളെല്ലാം
വ്യർത്ഥമായി പോവും അല്ലെ? ഈ വചനത്തിന്റെ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിന്റെ അത്രേ. ഒരുവന് തന്റെ നടപടികൾ അന്യൂനമെന്ന് തോന്നുന്നു, കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. പിന്നെ ഈ 4-ാമത്തെ വചനം നോക്കണം. കർത്താവ് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു. അത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ, ഇപ്പം മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും വസ്തുക്കളാണെങ്കിലും എന്താണ്, ഇപ്പൊ നമുക്കൊരു ഫോൺ തന്നു. ഫോൺ എന്തിനാ വേണ്ടിയാണ് സൃഷ്ടിച്ചത്? ഒരുപാട് അനുഗ്രഹമുണ്ട് ഈ ഫോണിൽ കൂടി അല്ലെ? നമുക്കിപ്പോ ലോങ്ങിലിരിക്കുന്ന വ്യക്തികൾ, കുടുംബ ബന്ധങ്ങളില് നമുക്ക് കാണണം, നമുക്ക് വീഡിയോ കോൾ ചെയ്യാം അല്ലെ? പക്ഷെ അത് നമുക്ക് പല വിധത്തിലും മിസ്യൂസിങ്ങും വരുന്നുണ്ട് അല്ലെ? അപ്പൊ നിശ്ചിത ലക്ഷ്യത്തോടു കൂടെയാണ് ദൈവം ഓരോന്ന് സൃഷ്ടിക്കുന്നത്. ഇപ്പൊ ഈ ഫോൺ ഉണ്ടാക്കുന്നത് ദൈവമല്ല എന്ന് പറയും, മനുഷ്യനാണ് ഉണ്ടായി. മനുഷ്യന് ആരാ ബുദ്ധി കൊടുക്കുന്നത് ചെയ്യാനായിട്ട്? ദൈവം തന്നെ കൊടുക്കണം. ദൈവം കൊടുക്കാതെ ഈ ഭൂമിയിൽ ഒരു പുൽക്കൊടി പോലും വളരുന്നില്ല, ഒരു പുൽക്കൊടി പോലും മുളക്കുന്നില്ല. അപ്പൊ പിന്നെ മനുഷ്യനാണ് അത് ചെയ്തത്, ഇതാണ് മനുഷ്യന്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മൂഢതയാണ്, വ്യർത്ഥമാണ്. അപ്പൊ അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്, അവർക്ക് ശിക്ഷ ലഭിക്കാതിരിക്കില്ല. ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം. ദൈവഭയം തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു. ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. നീതിപൂർവമായി നേടിയ ചെറിയ ആദായമാണ് നീതി വഴി നേടിയ വലിയ ആദായത്തെക്കാൾ ശ്രേഷ്ഠം. അപ്പൊ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ സുഭാഷിതങ്ങൾ നമുക്കൊരു അഭിഭാഷകനാണ് അല്ല, പ്രഭാഷകനും സുഭാഷിതങ്ങളും ഒക്കെ നമ്മളെ നല്ല വഴി കൂടി നമ്മളെ നല്ല രീതിയിൽ ഉപദേശിക്കുന്ന ഉപദേശകരായ വചനഭാഗങ്ങളാണ്. ഇപ്പൊ നമ്മളോട് ഈശോ പറയുന്ന വചനം എന്താണ്? ഇപ്പോ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒരു പ്രയത്നം തന്നെ വേണം അല്ലെ? പ്രാർത്ഥിക്കാൻ നല്ലൊരു പ്രയത്നം വേണം. അപ്പൊ എന്ത് ചെയ്യേണ്ട? കർത്താവ്, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് തളർച്ചയാണ് അല്ലെ, ബുദ്ധിമുട്ടാണ്, സാഹചര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ കർത്താവിനോട് പറയണം, ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ മക്കളെ സഹായിക്കാൻ പറ്റുന്നില്ല, ആത്മീയമായി വളരാൻ, ദൈവഭയത്തോടെ വളരാൻ കർത്താവിന് ഒന്നും അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ കുടുംബജീവിതം ഭയങ്കര ദാരിദ്ര്യമാണ്. പക്ഷെ എന്താണ് എനിക്കൊക്കെ ഭയങ്കരമായ ചില സമയത്ത് ഭയങ്കര ദാരിദ്ര്യമൊക്കെ വരുമ്പോൾ എനിക്കറിയില്ല നമ്മൾ ഓരോ ദിവസവും എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന്. കാരണം ഭയങ്കര റിച്ച് ആണോ അല്ല ഭയങ്കര ദാരിദ്ര്യമാണോ ഒന്നുമല്ല, ഇതിന്റെ ഇടയിൽ കൂടി ഒരു സ്മൂത്ത് ആയിട്ട് ജീവിതം മുന്നോട്ട് പോവാണ്. എന്നാൽ കയ്യിലോട്ട് ഒന്നും ഇല്ലാതാനും, പക്ഷെ ദൈവം പരിപാലിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു അത്ഭുതം. അപ്പൊ എന്താ, നമ്മൾ എല്ലാ കാര്യങ്ങളും ദൈവത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാല് ദൈവം നടത്തി തരുന്ന. എൻ്റെ മോന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം അവൻ രാവിലെ എടുത്തു വെച്ചേക്കണ വചനം ഞാൻ പെട്ടെന്ന് നോക്കി. അപ്പം ദൈവമായ കർത്താവ് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. അവനപ്പൊ ഇന്ന് സന്തോഷമായിട്ടുണ്ടാവും. അല്ലോ, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്യുക, ഇതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്യുക, കർത്താവ് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വെറുതെ ഒന്നും കിട്ടുകയൊന്നുമില്ല. ദൈവകൃപയിൽ നിന്ന് അകന്നു പോയ കയ്യിലിരിക്കണ എല്ലാം അടിച്ചു മാറ്റാൻ പിശാച് റെഡിയാണ്. അതുകൊണ്ട് പ്രത്യാശയും പ്രതീക്ഷയും ഈ ഭൂമിയിലെ വസ്തുക്കളിലോ വ്യക്തികളിലോ നമ്മൾ കൂടുതലായിട്ട് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്കൊക്കെ മക്കളുണ്ട്, മക്കൾ വളർന്നു വലുതായി വന്ന് നമ്മളെ അങ്ങനെ ഇങ്ങനെ ഒരുപാട് സഹായിക്കും. പക്ഷെ അങ്ങനെ പ്രതീക്ഷിച്ച് നഷ്ടധൈര്യരായി പോയ, ജീവിതം തന്നെ നഷ്ടപ്പെട്ട് പോയ ഒരുപാട് മാതാപിതാക്കൾ, വയസ്സായ മാതാപിതാക്കള് ഒരുപാട് കണ്ണുനീരോടുകൂടെ അനാഥാലയങ്ങളിലും വഴിയരികളിലും ഒക്കെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് യൂട്യൂബിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടിയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ കാര്യം? മക്കളിലുള്ള പ്രതീക്ഷയാണ് അവരെ അനാഥത്വത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയത്. പക്ഷെ ദൈവത്തിലുള്ള പ്രത്യാശയിലേക്കാണെങ്കിലോ അവരെ മക്കളെയും ഇവരെയൊക്കെ സഹായിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കും. കാരണം ഒരു ശിക്ഷിച്ച് തള്ളിക്കളയല്ല ദൈവം, ശിക്ഷണം കൊടുത്ത് വീണ്ടെടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും ചെറിയ അധ്വാനം പോലും, ഇപ്പൊ നമ്മുടെ ശാരീരികമായ ബുദ്ധിമുട്ടോ ആത്മീയമായ ബുദ്ധിമുട്ടോ ഭൗതികമായ ബുദ്ധിമുട്ടോ സാമ്പത്തികമായ ബുദ്ധിമുട്ടോ എല്ലാം മനുഷ്യന് ഉണ്ട്, ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. അപ്പൊ അതെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട്, ദൈവമേ നിന്റെ കയ്യിലേക്കാണ് ഞാൻ തരണത്, ഇത് എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ,
മക്കളുണ്ട്, മക്കളെ എങ്ങനെയാണ് ദൈവസ്നേഹത്തിൽ വളർത്തുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ദൈവസ്നേഹത്തിൽ ഒരു ബലപ്രയോഗത്തിൽ കൂടിയാ കടന്നു, പക്ഷെ അവർക്കൊന്നും അതിനൊന്നും നേരമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവിടെ ഇരുന്ന് പ്രവർത്തിക്കും, അല്ലേ? ആ ഒരു വിശ്വാസത്തിലും ആ ഒരു പ്രതീക്ഷയിലും ഒക്കെ നമ്മൾ അങ്ങോട്ട് പോയാൽ മതി. കഠിനമായിട്ടുള്ള അധ്വാനമൊക്കെ ചെയ്ത് എന്താണ് നമ്മുടെ നിരാശ ജീവിതത്തെ വലിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പിശാച് പല പ്രലോഭനങ്ങളും നമുക്ക് കൊണ്ടുവരും. പറയും, നീ ഒരുപാട് പ്രാർത്ഥിച്ചില്ലേ, നീ ഒരുപാട് ദൈവത്തിന് വേണ്ടി കൊടുത്തില്ലേ, ഒരുപാട് പ്രാർത്ഥനാ കൂട്ടായ്മയിലില്ലേ, അല്ലെങ്കിൽ ഒരുപാട് മക്കൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും നീ എന്ത് രക്ഷപ്പെടാത്തെ എന്ന് ചിന്തിപ്പിക്കുന്ന കുറെ ചിന്തകളെയും കൊണ്ടുവരുന്ന ആളുകളെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്നിടാൻ പിശാചിന് സാധിക്കും. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? നമ്മളെ മുകളിലേക്ക് നോക്കി, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിലേക്ക് നോക്കി മാത്രം നടക്കുക. ശ്രദ്ധയോടുകൂടെ അങ്ങനെയുള്ള കല്ലുകളെയും മുള്ളുകളെയും എല്ലാ ചെള്ളകളെയും എടുത്ത് മാറ്റുവാൻ അമ്മ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ രക്ഷകനായ ദൈവത്തിൽ മാത്രമേ ഞാൻ ആനന്ദിക്കുന്നു. ബാക്കിയുള്ളവയെല്ലാം ദൈവം എനിക്ക് ദാനമായി തന്നതാണ്. അത് ദാനമായി തന്നതിനെയൊക്കെ ഞാൻ അതിൽ ഫോക്കസ് ചെയ്യാതെ, ദാനമായി തന്നത് കാര്യസ്ഥര് മാത്രമാണ്. കാര്യം കഴിയുമ്പോൾ കർത്താവിന്റെ കയ്യിലേക്ക് അതുപോലെ ഏൽപ്പിക്കേണ്ടതാ. അതുകൊണ്ട് അവകാശം ഒന്നുമില്ല നമുക്ക് ഈ ഭൂമിയിൽ. നമ്മുടെ ആത്മാവിന് പോലും നമുക്ക് ഉടമസ്ഥതയില്ല. അത് കർത്താവിന്റെ കരുണയിൽ നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം, നമ്മുടെ എല്ലാ അധ്വാനങ്ങളും ദൈവകൃപയോട് ചേർന്ന് മാത്രം സഞ്ചരിക്കുവാൻ, അങ്ങനെ പിശാചിന്റെ എല്ലാ പദ്ധതികളും നിഷ്പ്രഭമാക്കി കളയുവാൻ, നിർവീര്യമാക്കി കളയുവാൻ ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സാധിക്കൂ. ആ പ്രതീക്ഷയും പ്രത്യാശയിലായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്കായി കാരണസ്രോതസ്സായി ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. ഈശോയുടെ